ഐ ലവ് യു മൈ ലവ്. സിദ്ധു ഗിഫ്റ്റ് ഹാമ്പർ പവിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം പവി അത് തട്ടിത്തെറിപ്പിച്ചിരുന്നു. സിദ്ധു അടക്കം അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ അവളുടെ ആ പ്രവൃത്തിയിൽ തറഞ്ഞു നിൽക്കുന്നുണ്ട്. തറയിൽ ചിതറിക്കിടക്കുന്ന വില കൂടിയ ചോക്ലേറ്റ്സിലേക്കും റോസാപ്പൂവിലേക്കും സിദ്ധുവിൻ്റെ കണ്ണുകൾ ഉടക്കി. ഒരു നിമിഷം അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെയായി. മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ച് പവിയിലേക്ക് നോട്ടം പായിച്ചു. അന്നേരം സിദ്ധുവിനെ ചുട്ടരിക്കാൻ പാകത്തിൽ പവിയുടെ കണ്ണുകൾ അഗ്നിയേരിയുന്നുണ്ട്. അപ്പോൾ റീത്ത് കൊണ്ടുവന്നില്ല? അല്ല, എൻ്റെ ഡെത്ത് ഡേ ആയിരുന്നല്ലോ താൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് ചോദിച്ചതാ. പരിഹാസത്തോടെയുള്ള പവിയുടെ ചോദ്യം കേട്ട് സിദ്ധു കാര്യം മനസ്സിലാവാതെ പവിയെ തന്നെ നോക്കി നിന്നു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് മതിയായില്ലേ? ഇനി എന്താ വേണ്ടത്? എൻ്റെ ജീവനോ? പ്ലീസ് എന്നെ വിട്ടേര്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിനി തൻ്റെ കൺമുന്നിൽ പോലും വരില്ല. അന്നേരം അവളുടെ കണ്ണുകൾ ചെറുതായി ഈറനണിഞ്ഞിരുന്നു. പവി, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? സിദ്ധുവിന് വാക്കുകൾ കിട്ടാതെയായി. മിണ്ടരുത്. എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പോൾ അന്യം കളിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ രാവിലെ വ്യക്തമായി കണ്ടതാ. എന്നെ ഇടിച്ചത് തൻ്റെ കാറ് തന്നെയാ. പവി, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? അതിനെനിക്ക് ഈ ജന്മം പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ സ്വരം ഇടറിയിരുന്നു. എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നെ ഇടിച്ചത് തൻ്റെ വണ്ടി തന്നെയാ. ഹോണ്ട സിവിക് ബ്ലാക്ക് KA 01VX346. ഞാൻ വ്യക്തമായി കണ്ടതാ. ഞാൻ റോഡിൽ തലയടിച്ച് വീഴുന്നത് കണ്ടിട്ട് വണ്ടി നിർത്താതെ പോയി. എന്നിട്ടിപ്പോൾ ഗിഫ്റ്റ് ഹാമ്പറും കൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വന്നിരിക്കുന്നു. കൊള്ളാം. പൊയ്ക്കോ, ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള പവിയുടെ ആ പറച്ചിലിൽ തറഞ്ഞു നിൽക്കുവാണ് സിദ്ധു. മറുപടിയൊന്നും പറയാതെ താഴെ ചിതറിക്കിടക്കുന്ന ചോക്ലേറ്റ്സ് ഓരോന്നും ബാസ്ക്കറ്റിൽ പെറുക്കിയെടുക്കുമ്പോൾ നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്താൻ അവൻ പാടുപെടുകയായിരുന്നു. ആ കാഴ്ച കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയായിരുന്നു പവി. പവിയുടെ പ്രവൃത്തിയിൽ തറഞ്ഞു നിൽക്കുകയാണ് ചില്ലുവും വിക്കിയും ഷാനുവും. സിദ്ധു ചോക്ലേറ്റ്സ് ഒക്കെയും പെറുക്കി വേദനയോടെ പവി ഒന്നുകൂടെ നോക്കി. അവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപായി ബാക്കിയുള്ളവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. സിദ്ധുവിൻ്റെ അന്നേരത്തെ അവസ്ഥ കാണവേ വിക്കിക്കും ഷാനുവിനും പവിയോട് ദേഷ്യം തോന്നി. ഷാനു പവിയെ നോക്കി ദഹിപ്പിച്ചു. സിദ്ധുവിന് പിന്നാലെ പാഞ്ഞു. ഇതിത്തിരി കൂടിപ്പോയി പവി. നിനക്ക് ചോക്ലേറ്റ്സ് വേണ്ടെങ്കിൽ വേണ്ട, അതിനത് തട്ടിത്തെറിപ്പിക്കണോ എന്നുള്ള വിക്കിയുടെ ചോദ്യം കേട്ട് പവി ഒന്നും മിണ്ടിയില്ല. ശേഷം വിക്കിയും ഷാനു പോയ വഴിയെ നടന്നു നീങ്ങി. സിദ്ധു ഏട്ടാ, പിന്നിൽ നിന്നുള്ള ഷാനുവിൻ്റെ വിളി കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കി. സിദ്ധു ഏട്ടാ, സോറി, അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എനിക്കറിയില്ലായിരുന്നു. ഷാനുവിൻ്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു. ഹേയ്, കുഴപ്പമില്ലടോ, ഞാനിത് അർഹിക്കുന്നുണ്ട്. പക്ഷേ അവൾ പറഞ്ഞതുപോലെ ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കതിന് പറ്റില്ലടാ. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു വേദനയോടെ നടന്നു നീങ്ങുന്നത് ഷാനു നോക്കി നിന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെത്തി പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോഴാണ് ഒരമ്മയും ഒരു പെൺകുഞ്ഞും വരുന്നത് അവൻ കാണുന്നത്. 5 വയസ്സോ മറ്റോ പ്രായം തോന്നിപ്പിക്കുന്ന ആ കുഞ്ഞ് കരയുന്നത് കണ്ടതും സിദ്ധു കാര്യം തിരക്കി. ഇഞ്ചക്ഷൻ എടുത്തതിനുള്ള കരച്ചിലാണെന്നറിഞ്ഞപ്പോൾ സിദ്ധു ആ കുഞ്ഞിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് ബാസ്ക്കറ്റ് ആ കുഞ്ഞിന് നൽകി. അതോടെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു മുഖത്ത് ചിരി വിരിഞ്ഞു. ശേഷം അവൻ തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് യാത്രയായി. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ സിദ്ധു ആകെ അസ്വസ്ഥനായിരുന്നു. പവി പറഞ്ഞ വാക്കുകൾ പിന്നെ അവൻ്റെ കാതിലേക്ക് തുളച്ച് കയറുന്നത് പോലെ. ഡ്രൈവിങ്ങിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വന്നതും അവൻ വണ്ടി ഒതുക്കി നിർത്തി സ്റ്റിയറിങ്ങിലേക്ക് മുഖം പൂഴ്ത്തി. അതിനിടയിലാണ് രാവിലെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ തെളിയുന്നത്. തൻ്റെ വണ്ടിക്ക് സ്ക്രാച്ച് പറ്റിയത് എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ പവി പറഞ്ഞതുപോലെ എൻ്റെ വണ്ടി തന്നെയാണോ പവി ഇടിച്ചത്? അങ്ങനെയാണെങ്കിൽ ആര്, എന്തിന് എന്നുള്ള ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നു. അന്നേരം നന്ദുവിൻ്റെ മുഖമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഇനിയിപ്പോൾ താൻ നന്ദുവിനെ തല്ലിയതിൻ്റെ ദേഷ്യമാണോ അവൾ തീർത്തത്? സിദ്ധുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിഴലിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി വണ്ടി പോർച്ചിൽ നിർത്തി വണ്ടി ഒന്നുകൂടെ പരിശോധിച്ച് നേരെ ചെന്നത് നന്ദുവിൻ്റെ അരികിലേക്കും. സിദ്ധു നന്ദുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ കൂട്ടുകാരിയുമായി പവിയെ ഇടിച്ചു വീഴ്ത്തിയതിൻ്റെ കഥകളൊക്കെയും പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെയും കേട്ടുകൊണ്ടാണ് സിദ്ധു മുറിയിലേക്ക് കയറി വരുന്നത്. സിദ്ധുവിനെ കണ്ടതും നന്ദു ഒരുതരം പതർച്ചയോടെ കോൾ കട്ട് ചെയ്ത്
മുഖത്ത് കൃത്രിമ പുഞ്ചിരി വരുത്തി. ഏട്ടനെപ്പോൾ വന്നു? പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചധികം നേരമായി. നീ സംസാരിച്ചത് മുഴുവനും ഞാൻ കേൾക്കുകയും ചെയ്തു. നന്ദു, നീ ഇത്രയ്ക്കും ക്രൂരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് നന്ദുവിന് ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെയായി. എങ്കിലും അവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഞാൻ അത്രയ്ക്കും ക്രൂരയൊന്നുമല്ല, പക്ഷെ ഞാൻ ക്രൂരത കാട്ടും. അത് അവളോടാണെന്ന് മാത്രം. തെല്ലും കൂസാതെ നന്ദു പറഞ്ഞു. അതിനു മാത്രം അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? സിദ്ധുവിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഏട്ടൻ എന്താ അവളോടൊരു സിമ്പതി, ലവാണോ? ഒരുതരം പരിഹാസ ചിരിയോട് നന്ദു ചോദിച്ചു. നന്ദു, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതല്ല. ആണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഏട്ടൻ മറുപടിതാ. ഏട്ടന് അവളോട് പ്രേമാണോ? ആണെങ്കിൽ നിനക്കെന്താ? സിദ്ധു തിരിച്ചു ചോദിച്ചു. എനിക്കിഷ്ടമില്ലാത്ത ഒന്നിനെയും ഇവിടെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല. ഏട്ടൻ അവളെ മറക്കുന്നതാ നല്ലത്. നിന്റെ ഇഷ്ടം നോക്കി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നന്ദു. എങ്കിൽ പിന്നെ എനിക്ക് ഏട്ടനെ വേദനിപ്പിക്കേണ്ടി വരും. എന്നുവെച്ചാ? നെറ്റി ചുളിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു. എന്ന് വെച്ചാ ഏട്ടനെ ഒരിക്കലും അവളെ കിട്ടില്ല. കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ? ശരി, എൻ്റെ സമ്മതം വേണ്ട. പക്ഷേ കൂടെ ജീവിക്കാൻ അവൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ടീ. ആ നിമിഷം സിദ്ധുവിൻ്റെ കൈ അവളുടെ കഴുത്തിൽ മുറുകി. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സിദ്ധു അവളെ ബെഡിലേക്ക് പിടിച്ചു തള്ളി ഡോറും വലിച്ചടച്ച് മുറിവിട്ടിറങ്ങി. സിദ്ധുവിൻ്റെ പ്രവൃത്തി നന്ദുവിൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. പകയെരിയുന്ന കണ്ണുകളോടെ അവൾ സിദ്ധു പോയ വഴിയെ നോക്കി നിന്നു. സിദ്ധു നേരെ ചെന്നത് തൻ്റെ കൂട്ടുകാരുടെ അരികിലേക്കാണ്. നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നതും പിന്നീട് വീട്ടിൽ വെച്ച് നന്ദുവുമായി നടന്ന സംഭാഷണമൊക്കെയും സിദ്ധു തൻ്റെ കൂട്ടുകാരുമായി പങ്കുവെച്ചു. സിദ്ധുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അവൻ്റെ കൂട്ടുകാരെ വിഷമത്തിലാഴ്ത്തി. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് അവളുടെ തെറ്റിദ്ധാരണ മാറ്റി എല്ലാം സെറ്റാക്കാം എന്നുള്ള അബിയുടെ പറച്ചിൽ കേട്ട് സിദ്ധു ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അതേടാ, ഇക്കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് എന്നും പറഞ്ഞ ജീവ സിദ്ധുവിൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചതും മറുഭാഗത്ത് നിന്നും തേജയും അവനെ ചേർത്ത് പിടിച്ചു. അവളുണ്ടല്ലോ, ആ പല്ലവിയുടെ ആ കൂട്ടുകാരി പെണ്ണ് ചിലങ്ക, അവളെ ഞങ്ങൾ നാളെ കോളേജിൽ വെച്ച് കാണുന്നുണ്ട്. മനസ്സിലെന്തോ കരുതി ഉറപ്പിച്ചുകൊണ്ട് തേജ പറഞ്ഞു. നാളെ ഞാൻ എന്തായാലും കോളേജിലേക്കില്ല. അവളെന്തായാലും 2 ദിവസം ലീവായിരിക്കും. ഇനിയിപ്പോൾ വന്നാലും എന്നോട് ദേഷ്യം കാണിക്കും. നിരാശയോടുള്ള സിദ്ധുവിൻ്റെ പറച്ചിലും ഭാവവും മൂവരെയും വിഷമത്തിലാഴ്ത്തി. പിറ്റേന്ന് കോളേജിൽ അബിയും ജീവയും തേജയും ചിലങ്കയുടെ വരവും പ്രതീക്ഷിച്ചു അവളുടെ വണ്ടിക്കരികെ നിൽപ്പായിരുന്നു. അന്ന് പവി ലീവായതിനാൽ ചില ഒറ്റയ്ക്കാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നത്. തൻ്റെ വണ്ടിക്കരികെ നിൽക്കുന്ന 3 പേരെയും ചില സംശയത്തോടെ നോക്കി. 3ൻ്റെയും നിൽപ്പും ഭാവവും കണ്ട് അവൾക്ക് ചെറിയൊരു പേടിയും തോന്നി. അവൾ മൂവരെയും നോക്കി ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ നിന്നു. പല്ലവിക്ക് എങ്ങനെയുണ്ട് എന്നും ചോദിച്ചുകൊണ്ട് അബി സംസാരത്തിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ കുറവുണ്ട്, ചില്ലു മറുപടി പറഞ്ഞു. സിദ്ധു അവളെ കൊല്ലാൻ നോക്കിയെന്ന് നീ കരുതുന്നുണ്ടോ? ജീവയാണത് ചോദിച്ചത്. അത് പിന്നെ പവി അവളങ്ങനെ പറയുമ്പോൾ ഞാൻ ചില്ലു വിക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്ത് ചെയ്തു? സിദ്ധുവിനെ കുറ്റക്കാരനാക്കി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഇതല്ലേ നീ ചെയ്തത്? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ചങ്ക് തകർന്ന് നിൽക്കുവാണ് ഞങ്ങളുടെ ചെറുക്കൻ. അവൻ വല്ല കടുങ്കയും ചെയ്താ ആദ്യം കുടുങ്ങാൻ പോകുന്നത് നീ ആയിരിക്കും. തേജയുടെ ആ മൂർച്ചയേറിയ വാക്കുകൾ കേട്ടതും ചില്ലു ശരിക്കൊന്ന് ഭയന്നു. അയ്യോ, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നാ? ദേ, എനിക്കൊന്നും അറിയില്ല കേട്ടോ, ചില്ലു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് തന്നെയാ ഞങ്ങളും പറയുന്നത്. നിനക്കും അവൾക്കും ഒന്നും അറിയില്ല. സിദ്ധു അവനുണ്ടല്ലോ, ആ പല്ലവി എന്ന് വെച്ചാൽ ഭ്രാന്ത. അങ്ങനെയുള്ളവൻ അവളെ കൊല്ലുമെന്ന് തോന്നുന്നുണ്ടോ? തേജയ്ക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അപ്പോൾ പിന്നെ പവി പറയുന്നത് കള്ളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രേമവും ഭ്രാന്തും മൂത്തിട്ടാണോ കൂട്ടുകാരൻ അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയേ? എന്നിട്ട് അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അവളെ പുറത്തിറക്കുന്നു. വല്ലാത്ത ജാതി പ്രേമം തന്നെ. ആദ്യം പ്രേമം നടിക്കുന്നു, പിന്നീട് ഏതോ വട്ടന്മാരുടെ വാക്കും കേട്ട് അവളെ ഉമ്മിക്കുന്നു. എല്ലാം ഒരു തമാശയായി കണ്ടോളാൻ പറയുന്നു. പിന്നീട് അവളെ വീണ്ടും കണ്ടപ്പോൾ ഭീഷണി, പിന്നെ നിന്നും കുത്തൽ, ടോമാഞ്ചറി ഫൈറ്റ്. അതും കഴിഞ്ഞ് പിന്നെയും പ്രേമ നാടകം. ഒടുവിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു, ഇറക്കുന്നു, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുന്നു. ഇതെന്തോന്ന് പ്രേമം? ശരിയാ,
ഇത് ഭ്രാന്ത് തന്നെയാ. ഇതിനെ ചങ്ങലക്കിടിയാ വേണ്ടേ. ചില്ലുവിൻ്റെ സംസാരശൈലി തേജയെ ചൊടിപ്പിച്ചു. അവൻ്റെ കൈ അറിയാതെ അവളുടെ കവിളിൽ മുറുകി. ഡി, ചങ്ങലക്കിടണോ വേണ്ടയെന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇങ്ങോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇല്ലെങ്കിൽ നിന്നെ ഉമ്മിക്കുന്നത് ഞാനായിരിക്കും. അവനെപ്പോലെ കവിളിലും കയ്യിലും ഒന്നുമല്ല, ദേ ഇവിടെ എന്നും പറഞ്ഞ തേജ അവളുടെ അതരങ്ങളിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും ഭയത്താൽ ചില്ലു തൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഡാ, ഒരുത്തൻ ഉമ്മ വെച്ചതിൻ്റെയാ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ നീ കൂടി ഉമ്മറാൻ പോവാണോ എന്നും പറഞ്ഞുകൊണ്ട് അഭിയും ജീവയും തേജയെ പിടിച്ചു മാറ്റി. ചിലങ്ക, ഞങ്ങൾ പറയുന്നത് തന്നെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്നിട്ട് പറ, സിദ്ധു തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ള ജീവയുടെ പറച്ചിൽ കേട്ട് ചില്ലു മാറി ചിന്തിച്ചു. അഭിയും ജീവയും നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എല്ലാം ചെയ്തത് നന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ ചില്ലുവിന് നന്ദുവിനോട് ശരിക്കും ദേഷ്യം തോന്നി. സിദ്ധു അവളെ തല്ലി കഴുത്തിന് പിടിച്ച് തള്ളി എന്നൊക്കെ കേട്ടപ്പോഴാണ് അതിന് ഇത്തിരിയെങ്കിലും അയവ് വന്നത്. അതെ, ഞാനിപ്പോൾ എന്ത് വേണമെന്നാ നിങ്ങളീ പറയുന്നത്? ചില്ലു ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു. അത് പിന്നെ ചിലങ്ക, ഇക്കാര്യങ്ങളൊക്കെയും പവി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കൂട്ടത്തിൽ ഇതുകൂടി പറയണം. 2 ദിവസമായി അവൻ വല്ലതും കഴിച്ചിട്ടെന്ന്. പിന്നെ പറയണം അവൻ അവളോട് റിയൽ ലവ് ആണെന്ന്. അവൻ അവളുടെ പേര് പോലും നെഞ്ചിൽ ടാറ്റു അടിച്ചിട്ടുണ്ടെന്ന്. അബിയുടെ പറച്ചിൽ കേട്ടപ്പോൾ അതെപ്പോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന പോലെ ജീവയും തേജയും അവനെ നോക്കിയതും അബി ഇരുവരെയും നോക്കി കണ്ണിറുക്കി കാണിച്ചു. തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ താൻ ചെയ്യാം എന്ന് ചിലങ്ക ഉറപ്പ് നൽകിയതിന് പിന്നാലെ അബിയും ജീവയും അവിടെ നിന്ന് നടന്നു നീങ്ങി. തേജ അവളെ ഒന്ന് ഇരുത്തി നോക്കി മുന്നോട്ട് നടക്കാൻ നേരം ചില്ലു അവനെ പിറകെ നിന്ന് വിളിച്ചു. അതെ, നേരത്തെ ചുമ്മാ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന് തേജ ഗൗരവത്തിൽ ചോദിച്ചു. അല്ല, ഉമ്മിക്കൊന്ന് പറഞ്ഞില്ലേ അത്? ഓ, അത് പേടിക്കണ്ടട്ടാ, ഞാനേ അത് സീരിയസ് ആയി തന്നെ പറഞ്ഞതാ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു നിന്നു. അപ്പോൾ നിങ്ങൾ ഉമ്മച്ചൻ ഗാങ്സ് ആയിരുന്നല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഉമ്മിക്കൂത്രേ. അതെയല്ലോ, ഞാൻ പറഞ്ഞ പോലെ ആ സിദ്ധുവും പവിയും സെറ്റായ നിന്നെ ഞാൻ വെറുതെ വിടാം ഇല്ലേ ഞാൻ? തേജ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞതും ചില്ലു ശരിക്കും പേടിച്ചു. എടോ, പിന്നെ സിദ്ധുവിന് അവളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇന്ന് പറ്റുമോ? അവൻ രാത്രി മതിൽ ചാടി വന്നോട്ടെ അല്ലേ? അയ്യോ, അത് പറ്റില്ല, ഞങ്ങൾ ഒരുമിച്ചാ കിടത്തം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഞാൻ കമ്പനി തരാടി. എന്തേ ഡി, ഇന്ന് മുതലേ വേറെ വല്ലയിടത്തും പോയി കിടന്നോണം. അവർക്കെതിരെ പ്രൈവസി കൊടുക്ക് പെണ്ണെ എന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന തേജുവിനെ കാണവേ ചില്ലുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വിരിഞ്ഞു. ഈ ഉമ്മ വെക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവൻ തന്നെയാണോ ആ ഊമക്കത്തിൽ ഉരിയാടുന്ന പയ്യൻ എന്നും ആത്മഗതിച്ചു. അവൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. അതെ, ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. എന്താ? അവൻ ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു. അത് പിന്നെ എനിക്ക് കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാനുണ്ടായിരുന്നു. ചില്ലു പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതിന്? തേജ ഒരു ഈണത്തിൽ തിരിച്ചു ചോദിച്ചു. അല്ല, എൻ്റെ ഈ ഡ്രസ്സേ കൊള്ളാവോ അതോ വീട്ടിൽ ചെന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് പോണോ? നിനക്കെന്താടി വയ്യേ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അല്ല, അത് പിന്നെ ഞാൻ കണ്ണാടി. മതി മതി, ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഈ ചുരിദാർ കൊള്ളാം, പക്ഷേ നിനക്കൊട്ടും ചേരുന്നില്ല. അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കവേ അവൾ മുഖം വീർപ്പിച്ചു അവനെ നോക്കി. അതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ അന്ന് ഷാനൂരിക്കയുടെ കല്യാണത്തിന് ഇട്ട പച്ചക്കളർ സാരി അത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ ആ മറുപടിയിൽ ഒരു നിമിഷം അവൾ തറഞ്ഞു പോയിരുന്നു. ഉമ്മക്കത്തിന് പിന്നിൽ അവൻ തന്നെയാണെന്ന് ചെറുതായി ഉറപ്പിച്ചുകൊണ്ട് അവൾ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ഉടനെ സിധുവിൻ്റെ കൂട്ടുകാരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചില്ലു പവിയോട് പറഞ്ഞു. ആദ്യം പവി അത് വിശ്വസിച്ചില്ല. ഇതും സിധുവിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് പവി ഒഴിഞ്ഞു മാറി. പവിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയിപ്പോൾ തേജ തന്നെ കയറി ഉമ്മിച്ചാലോ എന്നുള്ള ഭയത്താൽ ചില്ലു സിധുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഒരുവിധം പവിയെ പറഞ്ഞ് മനസ്സിലാക്കി. തനിക്ക് വേണ്ടി സിധു നന്ദുവിനെ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ പവിക്ക് സന്തോഷം തോന്നി. എടി പവി, നിനക്കറിയോ സിധുവേട്ടൻ നിന്റെ പേരെ നെഞ്ചിൽ പച്ച കുത്തിയിട്ടുണ്ടത്രേ. കുന്തം, അന്ന് രാത്രി ഞാൻ ആ കോലത്തിൽ കണ്ടതാണല്ലോ. നെഞ്ചിലെന്നല്ല, അവൻ എവിടെയും എൻ്റെ പേര് ടാറ്റു അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ
അന്ന് രാത്രി നീ സീൻ പിടിക്കാൻ പോയതാ അല്ലേ? കൊച്ചു കള്ളി. എന്നിട്ട് അവൾ ജാട ഇറക്കുന്നു. ഇനി ആ പാവം മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഒരുത്തൻ്റെ ചാരിത്രം നശിപ്പിച്ചിട്ട് അവൾ നിന്ന് കഥാപ്രസംഗം നടത്തുന്നു. ചില്ലു പവിയെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അതെ, ഞാൻ എന്ത് നശിപ്പിച്ചു എന്നാ നീ പറഞ്ഞേ? ചാരിത്രം. അങ്ങനെ തന്നെയല്ലേ പറയാ? ഇനിയിപ്പോൾ പുതിയ പേര് വല്ലതും കണ്ടുപിടിച്ചാ? പൊടി. ചാരിത്രം. ഉണ്ട. ഉണ്ടേന്നാ പറയാ? ഷോ, അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ദേ, പൊയ്ക്കോണം അവിടെ നിന്ന്. നീ പറയുന്ന പോലെ ഞാൻ മുഴുവനായും സീൻ പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവന് ടവലും ചുറ്റി ദാ നോക്കിക്കോ എന്നും പറഞ്ഞു നിന്നാ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഈ പറയുന്ന ടാറ്റുവും കുന്തവും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും നീ അത്രയും കണ്ട സ്ഥിതിക്ക് ഇനി മറ്റൊരാളെ നോക്കണോ? അവൻ തന്നെ പോരടി. ചില്ലു അത് പറഞ്ഞതും പവി അവളെ കൂർപ്പിച്ചു നോക്കി. എടി പല്ലി, ചിലപ്പോൾ അത് കഴിഞ്ഞവൻ ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിലാ. നീ ഒന്ന് പോയ ചില്ലു എന്നും പറഞ്ഞു പവി അവളെ പുച്ഛിച്ചു. അല്ലടി, അമ്മയപ്പച്ചി നിന്നെ ഇവിടെ തനിച്ചാക്കി ഇങ്ങോട്ടാ പോയേ? ചില്ലു ചോദിച്ചു. അത് നമ്മുടെ ശാന്തേച്ചിയുടെ മോളുടെ കൊച്ചിൻ്റെ നൂലുകെട്ടാണത്രേ. വിളിച്ചിട്ട് പോവാതെ എങ്ങനെയാ? എന്നെ തനിച്ചാക്കി അമ്മ പോകണില്ലെന്ന്. അമ്മായിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല പോലും. എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ അമ്മയെ ഒരുവിധം പറഞ്ഞു വിട്ടു. അതെന്തായാലും നന്നായി. അപ്പോൾ നീ ഇന്ന് ഇവിടെ തനിച്ചല്ലേ ഉണ്ടായേ? സിദ്ധുവേട്ടന് നിന്നെ ഒന്ന് കാണണമെന്ന് രാത്രി മതിൽ ചാടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? ചില്ലു പറഞ്ഞത് കേട്ട് പവി ഒരു ഈണത്തിൽ ചോദിച്ചു. ചോദിച്ചത് കൂട്ടുകാരനാ. മതിൽ ചാടുന്നത് സിദ്ധുവേട്ടൻ തന്നെയാ. പിന്നെ അവന് മതിൽ ചാടി ഇങ്ങോട്ട് വരട്ടെ, മുട്ടുകാൽ തല്ലിയൊടിക്കും ഞാൻ. പവി പറഞ്ഞു തീർന്നതും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഇരുവരും താഴേക്ക് ചെന്നു. ഡോർ തുറന്നപ്പോൾ അമ്മമാരായിരുന്നു. നിങ്ങളെന്താ ഇത്രയും വൈകിയത്? പവി. ഒന്നും പറയണ്ട, നൂലുകെട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയതാ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെയും വാങ്ങിക്കാനുണ്ടായിരുന്നു. പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിലൊന്ന് കയറി. പൈസ എടുത്ത് അവിടെ നിന്ന് മടങ്ങും വഴിയാണ് രണ്ടുപേര് ബൈക്കിൽ വന്ന് എൻ്റെ ബാഗും തട്ടിപ്പറിച്ച് വണ്ടിയെടുത്ത് പോകുന്നത്. ഒച്ചയുണ്ടാക്കുക അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഈ മോൻ അങ്ങോട്ട് വരുന്നതും അവന്മാരുടെ പിന്നാലെ ചെന്ന് എൻ്റെ ബാഗും വാങ്ങിച്ച് തിരിച്ചുകൊണ്ട് വരുന്നതും. ദൈവമായിട്ടാ ആ മോൻ അവിടെ എത്തിച്ചേ. ആ ബാഗിൽ നിൻ്റെ പൊട്ടിയ പാദസരവും ഉണ്ടായിരുന്നു. ഞാനത് ശരിയാക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? എന്നിട്ടേ ഈ മോൻ ഞങ്ങളെ ടൗണിൽ കൊണ്ടുപോയി വേണ്ട സാധനങ്ങളൊക്കെയും വാങ്ങിച്ചു തന്നു. ദേ ഇവിടെ കൊണ്ടാക്കി. തൻ്റെ അമ്മയുടെ ഒറ്റ ശ്വാസത്തിലുള്ള പറച്ചിൽ കേട്ട് പവിയുടെയും ചില്ലുവിൻ്റെയും കണ്ണ് മെഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞു പിന്നെ നിൽക്കുന്ന സിദ്ധുവിനെ കാട്ടിക്കൊണ്ട് ഈ മോനാണ് തൻ്റെ ബാഗ് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു തന്നത് എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയതും ചില്ലുവും പവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വാ മോനെ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ചില്ലുവിൻ്റെ അമ്മ സിദ്ധുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. മോൻ കഴിച്ചിട്ട് പോയാൽ മതി, പവിയുടെ അമ്മയാണത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഈ അമ്മമാരുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ അത്താഴം കഴിച്ചിട്ടേ ഞാനിന്ന് പോവുള്ളൂ എന്നും പറഞ്ഞ് സിദ്ധു അകത്തേക്ക് നടന്നു. അവരുടെ പോക്ക് നോക്കിക്കണ്ട് കിളിപ്പോയി നിൽക്കുകയാണ് പവിയും ചില്ലുവും. എടീ, എൻ്റെ ബലമായ സംശയം ആ ബൈക്കിൽ വന്ന കള്ളന്മാരെ സിദ്ധുവേട്ടൻ്റെ കൂട്ടുകാർ തന്നെ ആയിരിക്കുമെന്നാ. അല്ലെങ്കിൽ ഇത്രയും മാസ് കാണിച്ച് ബാഗ് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കോ എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് പവി ശരിയാണല്ലോ എന്ന മട്ടിൽ അവളെ ഒന്ന് നോക്കി. അത് ശരി, ഇവിടേക്ക് വരാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതാ അല്ലേ? അതും പറഞ്ഞുകൊണ്ട് പവി ദേഷ്യത്തോടെ അവൻ്റെ പോക്ക് നോക്കി നിന്നു. അതിനിടയിൽ സിദ്ധു പവിയുടെ അരികിലേക്ക് വന്നു. അവൾക്കൊരു ഉമ്മ പുറത്ത് വിട്ടു. കൂടെ ഒരു ഐ ലവ് യുവും പറഞ്ഞു. കൂടെ ചില്ലുവിനെ നോക്കി പല്ല് ഞെരിച്ചു അകത്തേക്ക് നടന്നു.